ഹായ് ഫ്രണ്ട്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വീണയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. നേരെ വർഷത്തിലേക്ക് വിട്ടാലോ. നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ചിരട്ടയാണ്. ഈ ചിരട്ടയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിരട്ടയുടെ പുറം ഭാഗം ഒന്ന് സാൻഡർ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാം ഗൈസ്. അങ്ങനെ നല്ല അടിപൊളിയായി മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു കഷ്ണത്തിൽ ഇതുപോലൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ചിരട്ടയുടെ ആ ഒരു വളവും വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതിലൊരു ഡിസൈൻ ഇട്ട് കൊടുക്കാം. നല്ലൊരു അടിപൊളി ഡിസൈൻ ഇട്ട് കൊടുക്കാം ഗൈസ്. ഇനി നമ്മൾ വരച്ച് വെച്ച ആ ഒരു ഡിസൈന് നമുക്ക് അടിപൊളിയായിട്ട് പൊളിയാതെ പതിയെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചിരട്ടയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫ്ലഷ് കുക്ക് കൊണ്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതുപോലത്തെ ഒരു കഷ്ണത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചത് എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു വട്ടം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വട്ടം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. നമ്മൾ വളരെ കനം കുറഞ്ഞ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, എങ്കിലേ ആ ഒരു സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വരച്ച അതേ മാർക്കിൽ തന്നെ അടിപൊളിയാക്കി വെച്ച ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. നമ്മൾ ആദ്യം ആ ഒരു ചിരട്ട വരുന്ന ഭാഗം ഒട്ടിക്കുന്നത്, പിന്നെയാണ് മരം വരുന്ന ഭാഗം ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സാൻഡറൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ഒരു കുഞ്ഞ് പീസ് നമുക്ക് ആ ഡിസൈന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വെച്ച് ഒട്ടിച്ചും കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണ്, ഇതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതൊക്കെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു വീതിയിൽ ഇവിടെ ആയിട്ട് വെക്കാൻ ഇതുപോലെ ഒരു കഷ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണത്തിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ഷട്ടറായിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. കണ്ടോ, ഈ ഒരു രീതിയാണ് നമ്മൾ ഷട്ടർ എന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ റീപ്പറിൽ ഇതുപോലെ 4 എണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ചൊന്ന് ഹോളിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒരു ബോൾട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹോളിലിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഡ്രില്ലിലിട്ട് നമുക്കൊന്ന് ടൈറ്റായി കൊടുക്കാം ഗൈസ്. ശേഷം നമ്മൾ സാൻഡർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു വീല് അല്ലെങ്കിൽ ആ ഒരു കപ്പി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഗൈസ്. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ ഗൈസ്, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 എണ്ണം സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ ഗൈസ്. നമ്മൾ ഇതുപോലെ ഒരു റീപ്പറിൽ ചെറിയൊരു കഷ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു അളവിൽ കറക്റ്റ് സ്ക്വയറിൽ ഇതുപോലെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ബോൾട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഡ്രില്ലിലിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു പമ്പരത്തിൻ്റെ ഷേപ്പിലൊരു ഇതുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീണ സ്റ്റാൻഡായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഞാൻ ഡ്രില്ല് ഉപയോഗിച്ച് ഒരു ഹോളിട്ട ശേഷമാണ് ഞാനത് അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ലേശം നമുക്ക് സാൻഡർ അടിച്ച പൊടി ഉപയോഗിച്ചിട്ട് ആ ഹോളൊന്ന് അടച്ചു കൊടുക്കാം ഗൈസ്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഷട്ടർ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ കറക്റ്റാക്കി പിടിച്ച ശേഷം നമുക്കത് അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു കഷ്ണം നമുക്ക് ഇവിടെ കറക്റ്റാക്കി വെച്ച ശേഷം അതും നമുക്ക് ഇവിടെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് അതുപോലെ തന്നെ അവിടെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഇനി നമ്മൾ ഈ പുതുതായി ഒട്ടിച്ചതും അതേപോലെ ഈ ഒരു ജോയിൻറ്റ് ഫില്ല് ചെയ്തതൊക്കെ നമുക്കൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉഷാറാക്കി എടുക്കാം ഗൈസ്. നമ്മളെ വീണയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർണിഷ് അടിച്ച് അടിപൊളിയാക്കി എടുക്കാം ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായി വാർണിഷൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ട് പോവാം. ഗൈസ് നമ്മൾ വീണയുടെ ഈർമ്പ ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ 4 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്, ഈ ഒരു ബോൾട്ട് ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുഞ്ഞ് വീലുകൾ നമുക്ക് ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം ഗൈസ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ 4 വീലുകളും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സംഭവം വയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഹോളിലേക്ക് നമുക്ക് ഈ നെറ്റ് വെച്ച് അടിച്ച് താത്തി കൊടുക്കാം ഗൈസ്. നമുക്ക് ഇതുപോലത്തെ 4 ബോൾട്ടും കൂടി ആവശ്യമുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. വീണയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ 4 സ്പ്രിങ്ങുകൾ ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ ചൂണ്ടൽ ഈർമ്പയാണ് ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിലായിട്ട് ചെറിയ വലുപ്പത്തിൽ ഈർമ്പകൾ കെട്ടി കൊടുക്കാം ഗൈസ്. നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒക്കെപ്പാടെ കൂട്ടിയിട്ടൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം ഗൈസ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കൂട്ടി കെട്ടി വയ്ക്കാം. അതിൽ 2 എണ്ണത്തിൽ നമ്മൾ വീണയിൽ സെറ്റ് ചെയ്യാൻ വലിയ ഈർമ്പ കെട്ടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കത് വീണയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. കുറച്ച് ടാസ്ക് ആയ കാരണം ഞാൻ സ്പീഡാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണയുടെ ഓരോ ഈർമ്പയിലും നമ്മൾ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഭവം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഈർമ്പ നല്ല അടിപൊളിയായിട്ട് വലിഞ്ഞ് നിൽക്കാനാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആ ചുറ്റി വെച്ച ഈർമ്പയിൽ എക്സസ് വരുന്ന ഭാഗം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഗൈസ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഗൈസ്. നമ്മൾ ടെസ്റ്റ് അടിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഈ പേനയുടെ നിബ് കൊണ്ടാണ് ടെസ്റ്റ് അടിക്കുന്നത്. കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഗൈസ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നല്ല പണി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറമാൻ ഷിബിൽ മോനുവിനൊപ്പം ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.